പ്രിയങ്ക ഖാർഗെയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്ക ഖാർഗെ ശരിക്കും ഒരു നെപ്പോ കിഡാണ്. 100% നെപ്പോ കിഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തണലിൽ വളർന്നു വന്ന ഒരു പുത്രനാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സിദ്ധരാമയ്യ സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം, അതായത് പഞ്ചായത്ത് രാജ്, IT, പിന്നെ കാര്യ മന്ത്രി, അതായത് ഗ്രാമവികസന മന്ത്രി ഒക്കെയാണ് അദ്ദേഹം. ഇത്രയും വകുപ്പുകളൊക്കെ, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അദ്ദേഹം നിലവിൽ ഇപ്പം ചുമതല വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും സാധാരണഗതിയിൽ ഒരു യോഗ്യതയുള്ള ഒരു നേതാവല്ല ഈ പ്രിയങ്ക ഖാർഗെ. പക്ഷേ പ്രിയങ്ക ഖാർഗെ കറക്റ്റായിട്ട് ഒരു പ്രത്യേക ഒരു പൊസിഷൻ കർണാടകയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു സെക്യുലർ ക്രെഡൻഷ്യലുള്ള ഒരു ലീഡർ, ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കൊപ്പം, നിലവിലെ കോൺഗ്രസിൻ്റെ ഐഡിയോളജി, ഒരു അർബൻ നക്സൽ ഐഡിയോളജി ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുമായി കണക്ട് ചെയ്യുന്ന ആ ഐഡിയോളജിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ലീഡറാണ് താനെന്ന് പലപ്പോഴും ആവർത്തിച്ച് സ്ഥാപിക്കാൻ പ്രിയങ്ക ഖാർഗെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ട്. പ്രത്യേകിച്ച് RSS വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്കിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും പ്രിയങ്ക ഖാർഗെക്കുണ്ട്.